തൃശൂരിലെ പ്രോട്ടീൻ പൗഡർ വിൽപ്പന കേന്ദ്രത്തിലെ ലഹരി കച്ചവടത്തിൽ മുഖ്യപ്രതി വിഷ്ണു പ്രദീപിനെതിരെ പിറ്റ് ആക്ട് ചുമത്താൻ പോലീസ്. 1/2 കിലോയ്ക്ക് താഴെ കഞ്ചാവ് വിൽപ്പന നടത്തി സ്ഥിരമായി ജാമ്യത്തിലിറങ്ങി കച്ചവടം തുടരുന്നതായിരുന്നു വിഷ്ണുവിന്റെ രീതി. ഇത് തടയാനായിട്ടാണ് പിറ്റ് ആക്ട് ചുമത്തുന്നത്. ഇന്നലെ കൊറിയൻ സർവീസ് വഴി ലഹരി അയച്ചു നൽകുന്നതിനിടെ വിഷ്ണുവും കൂട്ടാളികളും പിടിയിലാകുകയായിരുന്നു. ജെയ്സൺ ചമ്പളപ്പിലുണ്ട്. ജെയ്സൺ, അതിബുദ്ധിമാനാണ് വിഷ്ണു അല്ലേ? പ്രോട്ടീൻ പൗഡറിന്റെ പേരിൽ ലഹരി കച്ചവടം നടത്തുക, ക്വാണ്ടിറ്റി കൃത്യമായിട്ട് നിശ്ചയിച്ചുകൊണ്ട് അതിൻ്റെ ലൂപ്പ് ഹോൾ വെച്ച് പിന്നീട് ജാമ്യത്തിലിറങ്ങി വീണ്ടും അതേ കച്ചവടം നടത്തുക, കൊറിയർ ഏജൻസി വഴി ലഹരി കച്ചവടം നടത്തുക. ചുരുക്കത്തിൽ ഒരു ബുദ്ധിമാനായിരുന്നു എന്നാണ് സ്വയം കരുതിയത് അല്ലേ പിടിക്കപ്പെടുന്നത് വരെ? ജെയ്സൺ, വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ. തീർച്ചയായും വിഷ്ണു സ്വാഭാവികമായും ഇതിൻ്റെ എല്ലാ സാധ്യതകളും നിയമത്തിൻ്റെ എല്ലാ പഴുതുകളും ഉപയോഗിക്കുന്നു. അതോടൊപ്പം തന്നെ കൊറിയർ സർവീസ് പോലുള്ള ഏറ്റവും ശ്രദ്ധിക്കപ്പെടാൻ കഴിയാത്ത രീതിയിൽ അത്രയേറെ സുരക്ഷിതമായി ഈ ലഹരി മരുന്ന് വിൽപ്പന നടത്തുന്നു. ഇത് പോലീസ് കഴിഞ്ഞ കുറേ കാലങ്ങളായി നിരീക്ഷണത്തിൽ തന്നെയാണ്. ഇയാൾ ഇത് 500 ഗ്രാമിന് താഴെ കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായും പോലീസ് കേസുമായി ബന്ധപ്പെട്ട ഒരുപാട് സാധ്യതകളുണ്ട്. ആ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിയിരുന്നത്. ഇതിനിടയിലാണ് തൃശ്ശൂരിലെ ആമ്പക്കാട് ജംഗ്ഷനിൽ ഒരു കൊറിയർ സ്ഥാപനം വഴി നിരന്തരമായി ഒരു തുണി ഈ വിഷ്ണു തന്നെ നടത്തുന്ന ഒരു തുണി വിൽപ്പന കേന്ദ്രമുണ്ട്. അവിടെ നിൽക്കുന്ന രീതിയിൽ ഇതും നിരന്തരമായി കൊറിയർ സംവിധാനം വഴി ആളുകൾക്ക് അയച്ചു കൊടുത്തിരുന്നു. ഇത് പോലീസ് കഴിഞ്ഞ കുറേ കാലങ്ങളായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് ഇന്നലെ ഇവരെ പിടികൂടുന്നത്. ഇയാളോടൊപ്പം തന്നെ ഇയാളുടെ സഹായിയായ ഇയാളുടെ സ്ഥാപനത്തിലെ ജീവനക്കാരനായ ഇതര സംസ്ഥാന ഒരു വ്യക്തിയും ഇവർ രണ്ടുപേരെയാണ് ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായും എല്ലാ സാധ്യതകളിലൂടെ ഇയാൾ വീണ്ടും ഇറങ്ങി വരികയും പിന്നീട് വീണ്ടും ഇതേ കച്ചവടം തന്നെ നടത്തുകയും ചെയ്യുന്നു. അത് തടയുക എന്നതാണ് ഇപ്പോൾ പോലീസ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് പിറ്റ് ആക്ട് ചുമത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. വിഷ്ണുവിനെതിരെ മൂന്നോളം സ്റ്റേഷനുകളിൽ ഇയാൾക്കെതിരെ കേസുണ്ട്. അതോടൊപ്പം തന്നെ പക്ഷേ ഇയാൾ വീണ്ടും പുറത്തിറങ്ങിയാൽ വീണ്ടും ഇത് തന്നെ ചെയ്യുമെന്ന് പോലീസിന് വളരെ വ്യക്തമായി അറിയാം. അതുകൊണ്ട് തന്നെ നിരന്തരമായി അയാൾ നിരീക്ഷണത്തിലാണ്. ഇനി അതുണ്ടാവരുതെന്നതാണ് ഇപ്പോഴത്തെ നീക്കത്തിന് പുറകിൽ. ഓക്കെ, അപ്പോൾ വിഷ്ണു കാര്യങ്ങളൊക്കെ തീരുമാനമായി കേട്ടോ.